രുദ്ര, ആ നാഗകന്യകയെ ബന്ധിക്കുന്നതിന് എന്റെ ശക്തി മതിയാകില്ല. അവൾക്ക് സമമായി എതിർത്ത് പോരാടി ജയിക്കാനുള്ള ശക്തി നിന്റെ ഉള്ളിൽ മാത്രമേയുള്ളൂ. ആദ്യം നീ അതിന് തയ്യാറെടുക്കണം. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നീ അതിന് തയ്യാറാണോ രുദ്ര? അറിയോ സ്വാമി, നാഗകന്യകയെ കൊന്ന ആ നാഗമാണിക്യം സ്വന്തമാക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്കാകെ വേണ്ടത് ആ നാഗകന്യകയുടെ മരണം മാത്രമാണ്. അത് കൂടാതെ എന്തും തരുന്ന ആ നാഗമാണിക്യോ. രുദ്ര, നാഗമാണിക്യമെന്ന ആഗ്രഹം മാത്രമേ നിനക്കുള്ളൂ. ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം എല്ലാം നമുക്ക് നേടാൻ കഴിയില്ല. ഏത് കാര്യമായാലും ഉറപ്പായും നേടാമെന്ന ആത്മവിശ്വാസം ഉണ്ടാകണം. ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട സ്വാമി. എത്ര കഷ്ടപ്പെട്ടായാലും ശരി, അങ്ങ് പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സ്വാമി. പറഞ്ഞാലും സ്വാമി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നാൽ ശരി, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക് രുദ്ര. നാളെ സൂര്യഗ്രഹണമാണ്. മന്ത്രങ്ങൾ പഠിക്കാൻ അതാണ് ശരിയായ സമയം. ആ സമയത്ത് ഞാൻ നിനക്ക് സർപ്പസംഹാര വിദ്യ പറഞ്ഞു തരാം. അത് സ്വായത്തമാക്കിയ ശേഷം ആ നാഗകന്യകയോട് നിനക്ക് പോരാടാൻ ആവശ്യമുള്ള ശക്തി ലഭിക്കും. രുദ്ര, നീ സർപ്പസംഹാര വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ കുത്തിക്കൊല്ലുന്ന പാമ്പിനെ പിടിക്കുന്നത് പോലെ ആ നാഗകന്യകയെ നമുക്ക് പിടിക്കാം രുദ്ര. നാളെ നിനക്ക് ദീക്ഷ തന്ന ആ മന്ത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അങ്ങ് പറഞ്ഞാലും സ്വാമി, ആ നാഗകന്യക എനിക്ക് കൊല്ലാനാകുമെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് സ്വാമി. പറഞ്ഞു തരാം. പക്ഷെ അത് അഗ്നിയുടെ നടുവിലിരുന്ന ജലത്തിൽ ഒറ്റക്കാലിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്ന മന്ത്രങ്ങൾ നീ ഉരുവിടണം. അത് വളരെ വളരെ പ്രയാസമാണ്. നിനക്കതിന് സാധ്യമാകുമോ? ഞാൻ തയ്യാറാണ് സ്വാമി. അങ്ങ് പറഞ്ഞതുപോലെ എല്ലാ രീതിയിലും തപസ് അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ് സ്വാമി. അങ്ങനെയാണെങ്കിൽ ശരി, ഇന്ന് തന്നെ ഞാൻ നിനക്ക് സർപ്പസംഹാര മന്ത്രം പറഞ്ഞു തരാം. നീ എത്ര വേഗത്തിൽ മന്ത്രങ്ങൾ പഠിച്ച് ശക്തി സ്വായത്തമാക്കുന്നുവോ അത്രയും വേഗത്തിൽ നിനക്ക് നാഗകന്യകയെ സംഹാരം ചെയ്യാൻ രുദ്ര. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക് രുദ്ര. നീ തപസ് ചെയ്യുന്ന സമയത്ത് ഒരൽപ്പം ശ്രദ്ധ വിട്ടാൽ പോലും, അല്ലെങ്കിൽ നീ തപസ്സിൽ അല്പം പോലും അലക്ഷ്യം കാണിച്ചാലും കഠിന ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങ് അതിനെപ്പറ്റി വിഷമിക്കേണ്ട സ്വാമി. അങ്ങ് നയിക്കുന്ന വഴിയിൽ കൂടെ തന്നെ ഞാൻ നടക്കാം. തപസ്സിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ അനങ്ങുകയില്ല. എന്റെ മനസ്സിന് ഒരു തരത്തിലുള്ള ചാഞ്ചല്യം ഉണ്ടാവില്ല. ഏകാഗ്രമായി തപസ് ചെയ്ത് ഞാൻ ആ ശക്തി നേടിയിരിക്കും സ്വാമി. നിന്റെ ഈ ആവേശമാണ് ആ നാഗകന്യകയെ കൊല്ലാൻ വഴികാട്ടാൻ പോകുന്നത്. ആ ഭയപ്പെടേണ്ടതില്ല രുദ്ര. നീ ആ ശക്തി നേടിയതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കഴിയുന്നതും വേഗം ആ നാഗകന്യകയെ കണ്ടുപിടിച്ച് വധിക്കാം. എടീ നാഗകന്യകെ, എന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ കൂട്ടുകാരനെ നീ കൊന്നുവല്ലേ? നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ലടി. നീ എനിക്കെങ്ങനെ സൂചന നൽകിയോ അതേപോലെ തന്നെ ഞാൻ നിനക്ക് സൂചന നൽകിയിരിക്കും. ഇനി 2-3 ദിവസങ്ങൾക്കുള്ളിൽ നിന്നെ കാൽ കീഴിലിട്ട് ഒരു പുഴുവിനെ പോലെ ചവിട്ടി ഞെരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് രുദ്രനല്ലടി. അയ്യോ, എന്താ ഇത്? വന്ന ഉടൻ തന്നെ അമ്മാവൻ എനിക്കിട്ട് പണി തരുവാണല്ലോ. ഛേ, ഇവിടെ വന്ന അനന്യയുടെ മുഖം ഒന്ന് കണ്ടിട്ട് ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന ഞാൻ വിചാരിച്ചത്.
പക്ഷെ കണ്ട കോളിന് അമ്മാവൻ എന്നെയും കൊണ്ട് ഓഫീസിലേക്ക് പോയേ അടങ്ങുന്ന തോന്നുന്നു. എന്റെ മഹാദേവ, ഇന്ന് അനന്യയുടെ കൂടെ ഇരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ പ്ലീസ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു തന്നാ ഞാൻ കൈക്കൂലിയായിട്ട് മൃത്യുഞ്ജയ ഹോമോ അല്ലെങ്കിൽ മഹാദീപാരാധനയോ അതും അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല അർജുൻ, എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്? വന്നിരിക്കേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അർജുൻ. എനിക്ക് തന്നോട് 2 പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. എന്ത് പ്രോജക്റ്റാ സർ? അത് അർജുൻ, ഹൈവേയില് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി നടക്കുന്നില്ലേ, അതേക്കുറിച്ചാ. അതിന്റെ അടുത്ത് തന്നെ ഒരു അപ്പാർട്ട്മെന്റിന്റെയും പണി തുടങ്ങുന്നുണ്ട്. അതിന്റെ പ്ലാനും അർജുൻ ചെയ്യണമെന്നാ എന്റെ ആഗ്രഹം. സാറിന്റെ ആഗ്രഹം അപ്പാർട്ട്മെന്റ് കെട്ടാനായിട്ട് പ്ലാൻ ഞാൻ വരയ്ക്കണമെന്നാ. പക്ഷെ എന്റെ പ്ലാൻ സാറിന്റെ മകളുടെ കഴുത്തിൽ എങ്ങനെയെങ്കിലും താലി ചാർത്താൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയാ. ആ പ്ലാനിന്റെ പുറകിലാ ഞാനിപ്പോ. അതെങ്ങനെ സക്സസ് ആക്കണമെന്ന് മാത്രം അറിയില്ല. സാറിന്റെ മകൾ എന്നോട് ഐ ലവ് യു പറയാനായിട്ട് എന്തോ ലീഗൽ പ്രോബ്ലം ഉണ്ടത്രേ. ചോദിച്ചിട്ട് അതെന്താന്ന് പറയുന്നതുമില്ല. അർജുൻ ഒന്നുകൊണ്ട് വറിയിടാവണ്ട, തനിക്ക് സപ്പോർട്ടായിട്ട് ഞാനുണ്ട്. അതെ, തീർച്ചയായിട്ടും സാറിന്റെ സപ്പോർട്ട് എനിക്ക് വേണം. സാറിന്റെ സപ്പോർട്ട് സഹായം ഇല്ലാതെ എന്റെയും അനന്യയുടെയും കല്യാണം എങ്ങനെ നടക്കുമെന്നാ ഈ പറയുന്നേ? പിന്നെ അർജുൻ, ഇനി വേറൊരു പ്രോജക്റ്റ് കൂടിയുണ്ട്. ആ പ്രോജക്റ്റ് മുഴുവനായും അർജുൻ തന്നെ ഹാൻഡിൽ ചെയ്യണം. പക്ഷേ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അർജുനെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ സംശയം. എനിക്കും അതേ സംശയമാണ് സാർ. സാറിന്റെ മകളോട് എന്തൊക്കെ പറഞ്ഞിട്ട് ഹാർട്ട് കൈമാറുന്നില്ല. അവൾക്ക് ഹൃദയം ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പൊ എന്റെ സംശയം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവൾക്ക് ഹാർട്ട് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ അവളെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവന്നിരിക്കും. എന്റെ അമ്മാവാ, ഒന്ന് മതിയാക്കി വളവള വർത്തമാനം. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന എനിക്ക് ഭ്രാന്ത് പിടിച്ച് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയാവും. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മകളെ സ്നേഹിച്ച് പകുതി വട്ടായ അവസ്ഥയാ എനിക്ക്. ഛേ, ഈ അനന്യ എന്താ ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ടും ഇങ്ങോട്ടൊന്നും വരാത്തത്? അവൾ എവിടെയെങ്കിലും പോയി കാണുമോ? മോസ്റ്റ്ലി അവളുടെ റൂമിൽ തന്നെ കാണുമായിരിക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് അർജുൻ. ഇതാ കോഫി. ഏട്ടാ, ഇതാ. താങ്ക് യു. അർജുൻ, വേഗം കോഫി കുടിക്കും. ഓഫീസിൽ പോകാൻ സമയമായി. ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. എന്നാ ശരി സാർ. അയ്യോ മഹാദേവ, അമ്മാവനാണെങ്കിൽ ഇപ്പൊ ഓഫീസിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അനന്യയെ ഒന്ന് കണ്ടതുപോലുമില്ല. എനിക്ക് അനന്യെ ഒന്ന് കാണാതെ ഈ കോഫി തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല. എന്ത് ചെയ്യാനാ? ഓഫീസിൽ പോകാതെ എങ്ങനെയൊന്ന് രക്ഷപ്പെടുന്നേ? അർജുൻ, എന്നാ നമുക്ക് പോയാലോ? സാറിന്റെ കൂടെ 4 ചുവരുകൾക്കുള്ളിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മകളെ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടിയാ. ദേവിയത് എന്നെ എന്റെ വഴിക്ക് സ്നേഹിക്കാൻ വിട്ടേക്ക്. അർജുൻ, ഈ ഫയലൊക്കെ എടുത്തോ. വാ പോ. സരോജ, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. പറഞ്ഞില്ലേ, ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. സാർ ഇറങ്ങുവാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇങ്ങയുടെ കൂടെയുള്ള യാത്ര എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? അയ്യോ അർജുൻ, അർജുൻ, അല്ല ഇതെങ്ങനെ ഈ കോഫി കളഞ്ഞത്? പാൻസ് മുഴുവൻ വൃത്തികേടായല്ലോ. അത് സാർ കൈ ഒന്ന് തെന്നിപ്പോയതാ. ഇറ്റ്സ് ഓക്കെ. പക്ഷെ എനിക്ക് അർജന്റായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ക്ലയൻസ് എല്ലാം വന്ന് അവിടെ വെയിറ്റ് ചെയ്യാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സാറ് ഓഫീസിലേക്ക് പൊക്കോളൂ. ഞാൻ ഈ പാൻസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്റെ വണ്ടിയിൽ ഓഫീസിലെത്തിക്കോളാം. ഓക്കെ, വേഗം വരണം കേട്ടോ. സരോജ, ഞാൻ പോയിട്ട് വരാം. ശരി ഏട്ടാ. മാഡം, ബാത്റൂം എവിടെയാ ഉള്ളത്? അങ്ങോട്ട് പോയാൽ മതി. രുദ്ര, ഞാൻ ഈ ജലം നിന്റെ ദേഹത്തൊഴിക്കുന്നതോടെ നിനക്ക് തയ്യാറാകാനുള്ള സമയം ആരംഭിക്കും. ജയ് മഹാകാല.
രുദ്ര വരൂ. ജയ് മഹാകാല. എന്റെ പെണ്ണ് റൂമിലുണ്ട്. എന്താ അവസ്ഥയാണോ എന്തോ, മൂടിപ്പോ ശരിയാണോ അല്ലയോ ഒന്നും മനസ്സിലാവുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാ ഇവളെ. നോക്കെന്റെ ഭാര്യയെ, നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ഡ്രാമ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നെ. ആ മഹാദേവൻ തന്നെ എന്റെ അടുത്തേക്ക് എത്തിച്ചിരിക്കുക. പക്ഷേ ആ ദേഷ്യം മാറ്റി സ്നേഹം നിറച്ച് അയച്ചിരുന്നെങ്കിൽ, ഇല്ല, ഇവളാണെങ്കിൽ സദാസമയം തീക്കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരിക്കും. ആ തീക്കനലേറ്റ് ഞാൻ കരഞ്ഞു പോകുന്ന തോന്നുന്നു. ഒരേ ഒരു തവണയെങ്കിലും ആഗ്രഹത്തോടെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ എന്താ ഇവക്ക്? എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചൂടെ? ഗുഡ് മോർണിംഗ് മിസ് മായക്കാരി. ഇത് എന്താ മിസ് മായക്കാരി, ആരെങ്കിലും ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ അവരോട് തിരിച്ചു ഒരു ഗുഡ് മോർണിംഗോ അല്ലെങ്കിൽ ഹാവ് എ നൈസ് ഡേ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത എനിക്ക്? അതൊക്കെ പോട്ടെ, തന്റെ ഈ ലുക്ക് ഉണ്ടല്ലോ, അതൊരു മോർണിംഗ് വിഷ് പറയുന്ന പോലെ തന്നെ. ഇയാൾ വീണ്ടും വന്നല്ലോ. എനിക്ക് ഇയാളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടും എന്തിനാ എന്റെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നത്? ഇയാൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടോ അനന്യ, എന്താ തന്റെ പ്രശ്നം? പെട്ടെന്ന് കാണുന്നു, പെട്ടെന്ന് കാണാതെ ആവുന്നു. ഇപ്പോഴും താൻ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് സംശയം ഇല്ലാതില്ലേ? അതെ അനന്യ, എന്താടോ താൻ ഇങ്ങനെ നോക്കുന്നേ? അല്ല, താനിവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കിയതാ ഞാൻ. തന്റെ നോട്ടം കണ്ടതൊന്നും ഞാനത് തെറ്റ് ചെയ്തു. നോക്ക, എന്നെ ഇങ്ങനെ തൊടുന്നതൊന്നും തീരെ ശരിയല്ല. എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്റെ കൈ പിടിക്കേണ്ട ആളാ. അതിനുള്ള സാധ്യതയില്ല. സാധ്യത ഉണ്ടെന്നേ, താൻ മനസ്സൊന്ന് വച്ചാ മതി. ഒരു തവണ ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ എൻഗേജ്മെന്റും കല്യാണവും മധുവിധവും കുട്ടികളും ഒക്കെ പെട്ടെന്ന് എന്നെ കൊണ്ടാവും. നമ്മുടെ ഈ ചേർച്ച കണ്ടിട്ട് ആൾക്കാരെല്ലാം അത്ഭുതത്തോടെയും അസൂയയോടെയും വാ പൊത്തി നിൽക്കണം. അങ്ങനെ ആകണം നമ്മുടെ ജോഡി, ശിവനും പാർവതിയും പോലെ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്ക. വെറുതെ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നേ? എന്താന്ന് വെച്ചാ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാടോ. ഞാൻ തന്നെ ഭ്രാന്തമായിട്ടാ സ്നേഹിക്കുന്നേ. നീ ഇല്ലെങ്കിൽ ഞാനുമില്ല. താൻ ബർത്ത്ഡേക്ക് വന്നപ്പോ എന്റെ അമ്മയെ വിളിച്ചോണ്ടൊന്ന് പരിചയപ്പെടുത്തി ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറയാനിരുന്നതാ. എന്ന അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നതിനിടയ്ക്ക് താൻ അവിടുന്ന് പെട്ടെന്ന് അപ്രത്യക്ഷയായി. എന്തിനാ അനന്യ, താൻ എന്തിനാ അങ്ങനെ ചെയ്തത്? ഞാൻ എന്റെ ബർത്ത്ഡേക്ക് കെഞ്ചി കെഞ്ചി വിളിച്ചിട്ടും താൻ വരാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതല്ലേ. പക്ഷെ സർപ്രൈസ് ആയിട്ട് വന്ന് താൻ എന്നെ അത്ഭുതപ്പെടുത്തി. അതാണോ സ്നേഹം എന്ന് പറയുന്നത്? താൻ അന്ന് കാണിച്ച സ്നേഹം ജീവിതകാലം മൊത്തം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നതിന് മുന്നേ താൻ അവിടുന്ന് വന്നതുപോലെ ഓടിപ്പോയില്ലേ. താൻ എന്തിനാ അനന്യ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? താൻ വന്നപ്പോ ഞാൻ എന്തുമാത്രം എക്സൈറ്റഡ് ആയോ, അത്രയും തന്നെ ഡിസപ്പോയിന്റഡും ആയി. അത് ഓക്കെ, വിട്ടേക്ക്. എനിക്ക് മനസ്സിലാവും താൻ എന്താ അന്ന് അകത്തേക്ക് വരാതെ അമ്മയെ പരിചയപ്പെടാതെ പോയതെന്ന്. എന്റെ അമ്മയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടല്ലേ താനെന്ന് അവിടെ നിന്ന് ഓടിപ്പോന്നത്. ആദ്യമൊക്കെ അങ്ങനെയായിരിക്കും, പോകെ പോകെ എല്ലാം ശരിയായിക്കോളും. അല്ല, തനിക്ക് എന്നോടിപ്പോ ശരിക്കും സ്നേഹമുണ്ടല്ലോ അല്ലേ? എനിക്കത് മതി. അതുപോട്ടെ, അന്ന് താൻ അവിടെ വന്നിട്ട് എങ്ങോട്ട് ഓടിപ്പോയത്? അത് അമ്പലത്തിൽ പോയിരുന്നു. എന്താ, അമ്പലത്തിലേക്കോ? എന്താടോ, ബർത്ത്ഡേ പാർട്ടിക്ക് വന്നും അത് എൻജോയ് ചെയ്യാതെ താൻ അമ്പലത്തിലേക്ക് പോയെന്ന് പറഞ്ഞ എങ്ങനെയാ? അതെ, തന്റെ അച്ഛൻ വലിയൊരു ബിൽഡർ അല്ലേ? അച്ഛനോട് പോയി പറയേ വീടിന് മുൻപിലായിട്ട് ഒരു അമ്പലം കെട്ടിത്തരാൻ. അപ്പൊ തനിക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകേണ്ടി വരില്ല. എടോ അനന്യ, തനിക്കൊരു കാര്യം അറിയണോ? എന്റെ ഇത്രയും നാളത്തെ ബർത്ത്ഡേക്കിടയ്ക്ക് ഈ വർഷത്തെ ബർത്ത്ഡേ വളരെ സ്പെഷ്യൽ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോ അതൊരു മോശം ബർത്ത്ഡേ ആയിട്ട് മാറി. എന്താന്നറിയോ, ഞങ്ങളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരുന്നു. തനിക്കറിയോ അദ്ദേഹത്തെ? അന്ന് നമ്മൾ പുള്ളിയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു, ഓർമ്മയില്ലേ? അന്ന് തന്നോട് സംസാരിച്ചതാ.
അദ്ദേഹമാ. പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്തോ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി സൂയിസൈഡ് ചെയ്ത് കളഞ്ഞു. അത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായി. പാവം അങ്കിൾ, നല്ലൊരു മനുഷ്യനായിരുന്നു. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്തു പറ്റിയെന്ന് എനിക്കറിയാം. അവൻ ആത്മഹത്യ ചെയ്തതല്ല, ഞാൻ അവനെ കൊന്നത്. വരൂ രുദ്ര, ഇരിക്കുക. രുദ്ര, ഞാൻ നിനക്ക് നൽകാൻ പോകുന്ന സർപ്പസംഹാര വിദ്യ വളരെ വിശേഷപ്പെട്ടതാണ്. അതിന് സവിശേഷമായ ശക്തികളുണ്ട്. എത്ര ശക്തിയുള്ള സർപ്പവും അല്ല, ആ നാഗകന്യക തന്നെ നിന്റെ മുന്നിൽ വന്നാലും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിന്റെ ദൃഷ്ടി ഒന്ന് പതിഞ്ഞാൽ മതി, ആ സർപ്പം നാശമായി തീരും. ആ നാഗകന്യക കിടന്ന് പിടയാൻ തുടങ്ങും. പറയൂ സ്വാമി, പറഞ്ഞു തരൂ. ഞാൻ ആ വിദ്യ നേടുവാനായി തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞ ഈ സർപ്പസംഹാര വിദ്യയെ എത്ര നാളായാലും എത്ര മാസങ്ങളായാലും എത്ര വർഷങ്ങളായാലും തപസ്സിരുന്ന് ആ സർപ്പസംഹാര വിദ്യ ഞാൻ നേടിയിരിക്കും. അതിനി എന്ത് തടസ്സം വന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ ഞാൻ എന്റെ ലക്ഷ്യം നേടിയാടുന്നു. എന്റെ ഈ തപസ് ഞാൻ പൂർത്തിയാക്കിയിരിക്കും സ്വാമി. ചെയ്യണം രുദ്ര, ചെയ്തേ മതിയാകൂ. വേറെ ഒരു മാർഗവും നമുക്കില്ല. ആ നാഗകന്യകയെ പൂർണ്ണമായി നശിപ്പിക്കണമെങ്കിൽ നീ സർപ്പസംഹാര വിദ്യ സ്വായത്തമാക്കിയേ മതിയാകൂ. ഞാൻ നിനക്ക് ഈ സർപ്പസംഹാര വിദ്യ പകർന്നു നൽകുന്നതിന് മുമ്പായി നീ കാലഭൈരവന് പൂജ ചെയ്യേണ്ടതുണ്ട്. അതിന് നീ ഹോമപൂജയാണ് ചെയ്യേണ്ടത്. ചുവന്ന പൂവ്, വസ്ത്രം, ഫലങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ സമർപ്പിക്കണം. ഇപ്പോൾ ഹോമം ആരംഭിക്കുന്നതിന് മുമ്പ് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഓം ഗം ഗണപതേ നമഃ. ഓം ഗണപതേ നമഃ. വിഘ്നേശായ നമഃ. ഓം വിഘ്നേശ്വരായ നമഃ. ഓം വക്രതുണ്ടായ നമഃ. ഓം വക്രതുണ്ടായ നമഃ. ഏകദന്തായ നമഃ. ഓം ഏകദന്തായ നമഃ. രുദ്ര, ആ കുങ്കുമം എടുത്തിടൂ. ഇനി ആ മഞ്ഞളിടൂ. കൈയെടുത്ത് വന്ദിച്ച് പൂജ തുടങ്ങൂ. ജയ് മഹാകാല. അമ്മ എന്താ ഇത്ര ദേഷ്യത്തിലിരിക്കുന്നെ? ഇനി ബർത്ത്ഡേ ഫംഗ്ഷന് ഞാൻ നാഗകന്യകയുടെ ഡ്രസ്സിട്ട് ഡാൻസ് കളിച്ചതിനാണോ ഈ ദേഷ്യം? അയ്യോ ദൈവമേ, ഇനി അമ്മ അതിന്റെ പേരിലാണ് ദേഷ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ എന്റെ അർജുന്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കില്ല. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക? ഇപ്പൊ തന്നെ സാഷ്ടാംഗം നമസ്കരിച്ച് അമ്മയുടെ കാല് പിടിച്ചങ്ങ് കരഞ്ഞാലോ? ദേ നോക്ക് മയൂരി, ഞാനിപ്പോ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം നിന്നെ ഷോക്കാക്കിയേക്കാം. പക്ഷേ ഞങ്ങൾക്കിതല്ലാതെ വേറെ വഴിയില്ല. എന്തിനാന്ന് വെച്ചാ ഇത് അർജുന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഈ തീരുമാനം കേൾക്കുമ്പോൾ നിനക്ക് വിഷമമായേക്കാം.